പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ മൗനത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. ഉറച്ചു വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സർവവും
ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സമാധാനം നമ്മോട്. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന് സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണം. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണിവ. ആകയാൽ ഇസ്രായേലെ കേൾക്കുക. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തളത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും
പടിവാതിന്മേലും എഴുതണം. അവനെ സ്നേഹിപ്പിൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. എൻ്റെ സഹോദരരെ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 2 13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. എന്നാൽ കർത്താവിൻ്റെ വാത്സല്യവാചനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവർത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ.
നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും ദാനങ്ങളും ഉപയോഗിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുക. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ടവ വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവനത് കരയ്ക്ക് വലിച്ചു കയറ്റി അവൻ അവിടെ നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിൽ ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ വേർതിരിക്കുകയും അഗ്നികുടത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഓരോ നിയമത്തിനും തന്റെ നിക്ഷേപത്തിൽ പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഭിമാനമായ സത്യദീപം വാരികയുടെ ശതാബ്ദി ആരംഭം ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആഘോഷിക്കുകയാണ്. നമ്മുടെ ഇടവക പള്ളികളിൽ, സന്യാസ കേന്ദ്രങ്ങളിൽ, സെമിനാറുകളിൽ, വീടുകളിലെ പൂമുഖങ്ങളിൽ വാർത്തകളും വിശകലനങ്ങളും വിശ്വാസ പരിശീലനവും കാലത്തിൻ്റെ ചുവരെഴുത്തുകളുമായി ഈ വാരിക നമ്മളോടൊപ്പം നാളിതുവരെ സഞ്ചരിച്ചു. 100 വർഷം എന്നത് കേവലം ഒരു വാരികയുടെ അച്ചടിയുടെ വാർഷികം മാത്രമല്ല, അത് ആഴ്ചതോറും വായിക്കുവാനും എഴുതുവാനും വിശ്വസിക്കുവാനും സംവദിക്കുവാനും തീരുമാനിച്ച ഒരു ജനതയുടെ കഥ കൂടിയാണ്. സത്യദീപം നമ്മുടെ പൂർവികർ കൈമാറിയ പൊതു പൈതൃകമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായി സീറോ മലബാർ സഭയ്ക്ക് പൊതുവായുണ്ടായിരുന്ന സംവാദ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ പ്രബുദ്ധത അഭിമാനപൂർവ്വം അനുസ്മരിക്കുമ്പോൾ അത് വലിയ ഉത്തരവാദിത്വമായി മാറുന്നു. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പൊലീത്തയുടെ കാലത്ത് ജേക്കബ് നടുവത്തിശ്ശേരി അച്ഛനും ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനും ചേർന്നാണ് ഇങ്ങനെ ഒരു സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛന്റെ സത്യം, ദീപം എന്നീ ബോട്ടുകൾ വിറ്റാണ് സത്യദീപം വാരിക പുറത്തിറക്കുവാനുള്ള പണം കണ്ടെത്തിയത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നീ സുവിശേഷ വാക്യങ്ങളുടെ പ്രേരണയിലാണ് ഈ വാരികയുടെ അടിസ്ഥാന കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. അവിടെ തുടങ്ങി എത്രയോ വൈദികരും സന്യസ്തരും അൽമാരും അവരുടെ ജീവിതം അർപ്പിച്ചാണ് 1 നൂറ്റാണ്ട് കൊണ്ട് ഈ പത്രത്തെ വളർത്തിയത്. അതിന്റെ മഹിമ കുറയാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. കാലാകാലങ്ങളിൽ ക്രിസ്തു വെളിച്ചത്തിൽ സത്യദീപം നിലപാടുകൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ബോധത്തെയും കാലത്തെയും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വാരികയുടെ ഏറ്റവും നിശബ്ദമായ സമ്മാനം ഇതായിരിക്കാം. തുറവിയുള്ള മനസ്സോടെ സംഭാഷണം നടത്തുവാൻ ഒരു ശബ്ദാർത്ഥത്തോളം വാരിക നമ്മെ പ്രചോദിപ്പിച്ചു. കേവലം സഭാസംബന്ധമായ വാർത്തകൾക്കപ്പുറം സമൂഹത്തിലെ ഇതര മതസ്ഥരായ നമ്മുടെ സഹോദരങ്ങളുമായി അർത്ഥവത്തായ ഒരു സാംസ്കാരിക സംവാദം വളർത്തിയെടുക്കുവാൻ സത്യദീപത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം സങ്കുചിതമാകുവാൻ പാടില്ല എന്നും അത് സമൂഹത്തിലെ എല്ലാ നന്മകളോടും തുറവിയുള്ളതാകണമെന്നുമുള്ള സഭയുടെ ദർശനമായിരുന്നു ഇതിന്റെ പിന്നിൽ. വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളും സംസ്കാരങ്ങളും കലർന്ന നമ്മുടെ കേരള പശ്ചാത്തലത്തെ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുവാനും പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ വാരിക വഴിയുള്ള സംവാദങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം, സ്വാതന്ത്ര്യ സമരം, കേരള പിറവി, കേരള സംസ്ഥാനത്തിന്റെ വികസന വഴികൾ,
എന്നീ ചരിത്രസന്ധികളിൽ വ്യക്തമായ നിലപാടുകളുടെയും അടയാളപ്പെടുത്തലുകളുടെയും പൊതുസമൂഹത്തിന് ഒപ്പം നടന്നിട്ടുണ്ട് സത്യദീപം വാരിക. ഒരുപാട് എഴുത്തുകാർക്ക് മുഖ്യധാര സാഹിത്യ മേഖലകളിലേക്കും മാധ്യമ പ്രവർത്തനങ്ങളിലേക്കും കടക്കുവാൻ ഈ വാരികയിൽ എഴുതിയ ലേഖനങ്ങളും കഥകളും നോവലുകളും ഇടയാക്കിയിട്ടുണ്ട്. രൂപത, റീത്ത്, മതവ്യത്യാസമില്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അതിസാധാരണക്കാരായ ഒരുപാട് വായനക്കാരുടെ വിചാരങ്ങളും വികാരങ്ങളും കത്തുകളുടെയും ലേഖനങ്ങളുടെ രൂപത്തിൽ സഭയിലും സമൂഹത്തിലും ഈ വാരിക പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെയും യുവാക്കളുടെയും ക്രിയാത്മകതയ്ക്ക് ഇടം നൽകിയിട്ടുണ്ട്. ഭയപ്പെടാതെ സ്വയം വിമർശിച്ചിട്ടുണ്ട്. ഉയർന്ന ചിന്തയും സാമൂഹ്യബോധവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദിനപത്രങ്ങളും ടെലിവിഷനുകളും ആഡംബരമായിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനും വിശ്വാസ പരിശീലനത്തിനും ഇടവരുത്തിയിട്ടുണ്ട്. ഇവയൊക്കെ അഭിമാനത്തോടെ ഓർക്കുന്നു. ക്രൈസ്തവീയതയുടെ ഏറ്റവും വലിയ സംഭാവന അതിന്റെ മഹത്തായ മനുഷ്യ ദർശനമാണ്. യഹൂദനെന്നും ഗ്രീക്കുകാരനെന്നും അടിമയെന്നും സ്വതന്ത്രനെന്നും പുരുഷനെന്നും സ്ത്രീയെന്നും വ്യത്യാസമില്ലാതെ നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് എന്ന പൗലോസ്ലീഹായുടെ വചനങ്ങൾ ഓർക്കുക. ഭാരതത്തിൽ മനുഷ്യ ദർശനത്തിന് കാര്യമായ മങ്ങലേൽക്കുകയും ഇന്ത്യയുടെ ഭരണഘടന പോലും വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ക്രിയാത്മകമായി ഇടപെട്ട് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട്. വചനത്തെ ജീവിക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെടുത്തുവാനും പൊതു മനസ്സാക്ഷി രൂപപ്പെടുത്തുവാനും വാരിക ഒരു നൂറ്റാണ്ടായി ചെയ്യുന്ന സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാലത്തിന്റെ അടയാളങ്ങൾ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുവാനും ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ സംഭാഷണങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ ഇടപെടുവാനും സത്യദീപം അതിന്റെ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. 141 കോടി ജനങ്ങളുള്ള കത്തോലിക്ക സഭ എന്ന വിശാലമായ സംഭാഷണ സമൂഹത്തിലെ അംഗങ്ങളാണ് നാം. ആ സഭയുടെ വിശ്വാസവും നിലപാടുകളും കൃത്യമായി അറിയിക്കുവാനും ക്രൈസ്തവ വിശ്വാസ സാക്ഷികളുടെ ചരിത്രം പ്രചരിപ്പിക്കുവാനും സത്യദീപം ജാഗ്രതയോടെ ശ്രമിക്കുന്നതിൽ അഭിമാനമുണ്ട്. മാധ്യമവിപ്ലവങ്ങൾ നടന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അക്ഷരങ്ങളുടെ ലോകത്തിൽ എന്നതിനേക്കാൾ നാം ദൃശ്യങ്ങളുടെ ലോകത്തിലാണ്. വായനക്കാരാവാതെ ചിത്രങ്ങൾ നിരന്തരം കാണുന്നവരായ നാം അപകടകരമായ വിധത്തിൽ നമ്മുടെ വായന ശോഷിച്ചിരിക്കുന്നു. അത് വിദ്യാഭ്യാസത്തിലും ചിന്തയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം എന്നത് എഴുതുവാനും വായിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കലാണ്. ജീവിതവും ലോകവുമാണ് വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാഴ്ചയും ആസ്വാദനവും മാത്രമായി നമ്മുടെ വായന നിറം മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഇത് പുതിയ മാധ്യമങ്ങളിൽ തള്ളിക്കളയിലല്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ സഭ എക്കാലത്തും ആ കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വായനശീലം നഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ചിന്തയുടെ ആഴം നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. ദീർഘമായ സമാധാനങ്ങൾക്ക് ശേഷി, അതിനുള്ള ഭാഷ, സാംസ്കാരിക ആരോഗ്യം ഇവ കൈമോശം വരാതിരിക്കുവാൻ വായനയെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. വായനയെ വിശദമായ അനുഷ്ഠാനമാക്കിയത് യഹൂദ ജനതയാണ്. ക്രിസ്തു വർഷം 70 അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അവർ പ്രവാസികളായതോടെ അവരുടെ ബലിയും പൗരോഹിത്യ പാരമ്പര്യവും ഇല്ലാതെയായി. പക്ഷെ അവർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അത് ദേവാലയമോ അനുഷ്ഠാനങ്ങളുടെ മണ്ഡലമോ ആയിരുന്നില്ല, വായനയുടെ വേദിയായിരുന്നു. അവർ വചനം വായിച്ചു, റബ്ബിമാർ വ്യാഖ്യാനിച്ചു. യഹൂദർക്ക് അത് കേൾക്കുവാനുള്ള വിളിയായിരുന്നു. വചനത്തിന്റെ കേൾവിയാണ് ഇസ്രായേലിനെ നയിച്ചത്. വായനയുടെ അക്ഷരങ്ങൾക്ക് പിന്നിൽ അവർ ദൈവത്തിന്റെ സ്വരം കണ്ടെത്തി. ഈ യഹൂദ സമൂഹം ലോക സംസ്കാരത്തിന് നൽകിയത് വലിയ ധർമ്മബോധമാണ്. ലോകത്തിൽ ഇന്ന് ഏകദേശം 1.5 കോടി യഹൂദരുണ്ട്. അത് ലോക ജനസംഖ്യയിൽ വെറും 0.2% മാത്രമാണ്. എന്നാൽ ലോകത്ത് നോബൽ സമ്മാനം നേടുന്നത് 22% പേരും യഹൂദരാണ്. ഇതിന് പിന്നിൽ വായന ഒരു അനുഷ്ഠാനമാക്കിയ മനുഷ്യ സമൂഹത്തിന്റെ ശ്രേഷ്ഠതയുടെ കഥയുണ്ട്.
വായന നമ്മെ നിരന്തര സമൂഹത്തോട് സംവദിക്കുവാൻ പ്രേരിപ്പിക്കും. വചനത്തെ മാംസം ധരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കും. സീറോ മലബാർ സഭയിൽ വചനവായനയ്ക്ക് അധികം പഴക്കമില്ല. കേരളത്തിലും ഭാരതത്തിലും ക്രൈസ്തവ ഒരു ന്യൂനപക്ഷമായി ജീവിക്കുന്നു. മറ്റേതൊരു ന്യൂനപക്ഷ സമൂഹത്തെക്കാൾ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ജനസംഖ്യ അനുപാതനത്തെക്കാൾ വലിയ സ്വാധീനവും സാന്നിധ്യവുമാണ് ക്രൈസ്തവം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കല, സാഹിത്യം, പത്രപ്രവർത്തനം, രാഷ്ട്രീയ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ക്രൈസ്തവന്റെ സാന്നിധ്യവും സ്വാധീനവും ഉയർത്തേണ്ടതുണ്ട്. ഗ്രീക്ക് സംസ്കാരവുമായി ഇണചേർന്ന് യൂറോപ്പിലെ ക്രൈസ്തവർ നൽകിയതുപോലെ സർഗാത്മകമായ ഫലങ്ങൾ നൽകുവാൻ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അംഗങ്ങളോട് പ്രത്യേകമായ വിധം രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സത്യദീപം നമ്മുടെ പത്രമാണ്. നാം അത് വാങ്ങിക്കണം, വായിക്കണം, പ്രചരിപ്പിക്കണം. എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും അത് ഉണ്ടാകുവാൻ ഇടവരുത്തണം. അതിന് വികാരിയച്ചന്മാരും കുടുംബ യൂണിറ്റുകളും വിശ്വാസ പരിശീലകരും പ്രത്യേകം ശ്രദ്ധ എടുക്കണം. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ ഒരു ദ്വൈവാരികയും സത്യദീപത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമുകളിൽ സത്യദീപം ഓൺലൈൻ എന്ന പേരിൽ വാരികയുടെ സാന്നിധ്യമുണ്ട്. നാം അതിനെ ശക്തമായി പിന്തുടരണം. സഭാജീവിതത്തിന്റെ സാക്ഷ്യങ്ങളും സംവാദങ്ങളും വായിച്ചു മനുഷ്യ മഹത്വത്തിന്റെ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു വേണം നമ്മുടെ മാധ്യമ സംസ്കാരം വളരുവാൻ. അത് വരും തലമുറയെ പഠിപ്പിക്കണം. അത് ഒരു തുടർ വിശ്വാസ പരിശീലനം കൂടിയാണ്. വിദഗ്ധാന്റെ ഉപമ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ചില വിത്തുകൾ വഴിയരികിലും ചിലത് പാറ പുറത്തും ചിലത് മുള്ളുകൾക്കിടയിലും വീഴും. എങ്കിലും മണ്ണിന്റെ പോരായ്മകൾ കൊണ്ട് വിദഗ്ധാരൻ വിതയ്ക്കുന്നത് നിർത്തിയില്ല. ഒരു നൂറ്റാണ്ടായി നമ്മുടെ ഈ വാരികയും അതുപോലൊരു വിദഗ്ധാരനാണ്. വചനവും സത്യവും സുവിശേഷ മൂല്യങ്ങളും എല്ലാത്തരം ഹൃദയങ്ങളിലും വിശ്വാസമുള്ളവരിലും ഇല്ലാത്തവരിലും വിശ്വാസത്തെ എതിർക്കുന്നവരിൽ പോലും അത് വിതച്ചുകൊണ്ടിരിക്കുന്നു. നല്ല മണ്ണിൽ വീണ വിത്ത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചതുപോലെ അത് നമ്മുടെ ജനത്തിന്റെ വിശ്വാസത്തിന്റെ വലിയ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സത്യദീപത്തിന്റെ നടത്തിപ്പിൽ പ്രചാരത്തിലും ഈ ശതാബ്ദി വർഷത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആർച്ച് ജോസഫ് പാംപ്ലാനി, മെത്രാപ്പൊലീത്ത വികാരി, എറണാകുളം അങ്കമാലി അതിരൂപത. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെയാണ് മേൽക്കാരനെ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുതണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രദേശദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനത്ത് പങ്കാളികളാവാനുള്ള സന്മനസ് ദൈവജനത്തിൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളേട്ടെ. ഈ അപ്പത്തിനോടും വീതിനോടുമൊപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കണം. സുഖരാജ്യം ലക്ഷ്യമായി യാത്ര ചെയ്യുവാൻ ആവശ്യമായ കൃപ യാചിക്കുകയും ചെയ്യാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും.
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയെ ആചരിക്കുവാൻ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലുള്ള വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവം പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാവിത്രികവുമായ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കുമാവോ ദിശായി ശരീരത്തിന്റെ വീർപ്പും വിദ്യാഭ്യാസം ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ആമേൻ. ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാർ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും
സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേണ്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളായ ഇനങ്ങളും മാലാഖമാരുടെ 10,000 കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
വിളിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കു വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർണ്ണതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ചു സ്വർഗരാജ്യത്തിനും ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപത്തെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ യുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വെച്ചപേക്ഷിക്കാം. സുഹൃത്തിനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മുടെ മുൻപിൽ അർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിന് മുൻപിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. വിശുദ്ധമായ ശരീരങ്ങൾ സ്വീകരിച്ച് അവിടത്തേക്ക് പാടാം. നമ്മെ ജീവിതം ഭാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. പുറത്തേക്കും നിത്യജീവനും കാരണമാണ്. നമ്മെ വിശദീകരിക്കാൻ സ്വന്തം ശരീരങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സഹോദരനെ മാലാകമാർ പോലും ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്ഥിതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധമായ
അങ്ങേ തിരിച്ചറിഞ്ഞ് വിശുദ്ധരായ സ്നേഹസ്മാരെ അമ്മയെ പ്രശ്നത്തെ പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ വൈദികരാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര കാഴ്ച 5400 രൂപ. ഈ ആഴ്ചയിൽ പണിയും പരിസരം വൃത്തിയാക്കിയത് 1 യൂണിറ്റ് ആയിരുന്നു. അടുത്ത ആഴ്ചയിൽ 2 യൂണിറ്റ് ആയിരിക്കും. 1 യൂണിറ്റ് അംഗങ്ങൾക്ക് നന്ദി പറയുന്നു. കുടുംബ യൂണിറ്റുകൾ 1 യൂണിറ്റിൻ്റെ കൂടി യോഗം ഇന്ന് വൈകിട്ട് 6:30 പുതുശ്ശേരി മത്തായി ജേക്കബിൻ്റെ വസതിയിൽ വെച്ചു. 2 യൂണിറ്റിൻ്റെ കുടുംബയോഗം 1 യൂണിറ്റിൻ്റെ കുടുംബയോഗം പരിപ്പള്ളി ദേവസ്യക്കുട്ടിയുടെ വസതിയിൽ വെച്ച് ഇന്ന് വൈകിട്ട് 6:30 2 യൂണിറ്റിൻ്റെ കുടുംബയോഗം വടലിവിള ലാസർ സേവ്യറിൻ്റെ വസതിയിൽ വെച്ച് ശനിയാഴ്ച വൈകിട്ട് 6:30 സമ്മേളിക്കുന്നതാണ്. ചെറിയ തിരുനാളിൻ്റെ പ്രസിദ്ധന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പേര് നൽകുക. പ്രസിദ്ധ യോഗന് 2500 രൂപയാണ്. അതുപോലെ തന്നെ കഴിവിനനുസരിച്ച് തിരുനാളിൻ്റെ സത്യദാർത്ഥത്തിനായിട്ട് സാധനങ്ങൾ സ്പോൺസർ ചെയ്യുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് 5 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അധികൃത കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചതനുസരിച്ച് ഇന്ന് കാറ്റഗിസം ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യം കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാണിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവന് ഞാനും നിശ്ചയമാണ്. നമ്മുടെ ജീവിത പാതകള് ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരെയും ദൈവം വരനിരം ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ.
മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനി